രാമായണ പഠനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വാൽമീകി മാമുനിയുടെ മനോവിചാരം നാം മനസ്സിലാക്കി സർവജീവജാലങ്ങളോടും താതാത്മ്യം പ്രാപിച്ച ഒരു മഹാഋഷിയുടെ മനസ്സിൽ നിന്ന് സ്വാഭാവികമായി പുറത്തേക്ക് വന്ന ഒരു വിസ്ഫോടനമായിരുന്നു മാനിഷാദ പ്രതിഷ്ഠാം എന്നുള്ളത്. എല്ലാ ജീവജാലങ്ങളും തന്റെ കുടുംബക്കാരാണെന്ന് വിചാരിക്കുന്ന കവിഹൃദയം അവിടെ അറിയാതെ ഉള്ളിൽ ഒരു തേങ്ങൽ ഉണ്ടാകുകയാണ്. എല്ലാ ജീവജാലങ്ങളും എന്റെ ബന്ധുക്കളാണ്, എല്ലാവരും തന്റെ സ്വന്തക്കാരാണ്, കുടുംബക്കാരാണ്. ഇതാണ് സാധാരണ രീതിയിൽ ഭാരതീയമായ ജീവിതത്തിന്റെ ഒരു രീതി. ഈ ഒരു രീതി, ഈ ജീവിത മൂല്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നാം ഈ ഭാഗത്തെ ഉപയോഗിക്കണം. കാരണം ഓരോ ജീവജാലങ്ങളെയും വെറുതെ തന്റെ സുഖത്തിനു വേണ്ടി ദ്രോഹിക്കുക എന്ന ചില സാഡിസം നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലൊരു വിചിത്ര സ്വഭാവമുള്ള വളരെ ചുരുങ്ങിയവരാണെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ അത്തരം സ്വഭാവക്കാരാകരുത്. വഴിയിലൂടെ പോകുന്ന ഒരു നായയെ വെറുതെ കല്ലെടുത്തെറിയുക, ഒരു തുമ്പിയുടെ വാലിൽ കല്ല്, ആ ഒരു നൂലിൽ കല്ല് കെട്ടി പറപ്പിക്കുക, ഓന്തിനെ കണ്ടാൽ കല്ലെടുത്തെറിയുക, മറ്റ് ജീവജാലങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്ന കൊച്ചുകുട്ടികളുടെ മനസ്സിൽ നമ്മൾ അവരുടെ ഉള്ളിൽ ഇവരെല്ലാം നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണ്. നമ്മുടെ പൂർവകാല ഋഷിമാരെല്ലാം, കവികളെല്ലാം ഈ പ്രകൃതിയിലെയും സർവചരാചരങ്ങളെയും സ്നേഹിച്ചിരുന്നു. സാക്ഷാൽ ശകുന്തളയെ മാംസചക്ഷുസുള്ള ദുഷ്യന്തന് മനസ്സിലായില്ലെങ്കിലും ആ വനത്തിലെ ചെറു ചെടികൾക്കും പൂക്കൾക്കും ആ മുല്ലപ്പൂവിനും മാൻപേടയ്ക്കുമൊക്കെ അവരുടെ ദയനീയ ഭാവം മനസ്സിലാകുന്നതായി കാളിദാസൻ പറയുന്നുണ്ട്. ഉള്ളൂര് തന്റെ കവിതയിൽ എത്രയോ തവണ ഈ പ്രകൃതിയെ വർണ്ണിക്കുന്നു. കുമാരനാശാൻ വീണപൂവിലൂടെ ഒരു പൂവിന്റെ മനോഭാവത്തെ, ആ ജീവിതത്തെ വരച്ചു കാണിക്കുന്നു. ഒരു കവിയുടെ സുന്ദരമായ ഒരു കവിതയുണ്ട്. കാറ്റടിച്ച് സുന്ദരമായി നിലനിൽക്കുന്ന ആ പൂവിനെ ആ കുഞ്ഞെന്നും നോക്കി നിൽക്കാറുണ്ട്. തന്റെ മുന്നിൽ എന്നും വിടർന്ന് വികസിച്ച പനിനീർ പുഷ്പത്തെ നോക്കി നിൽക്കുന്ന ആ കുഞ്ഞ് ഒരു ദിവസം നോക്കിയപ്പോ ആ പൂവിത താഴെ വീണിരിക്കുന്നു. ആ വീണത് കണ്ടപ്പോൾ കാറ്റടിക്കുന്ന കാറ്റിനോട് ഈ കുഞ്ഞു പറയുകയാണ്, പൂവിന് നോവുകയില്ലേ കാറ്റേ, പൂവ് കരയുകയില്ലേ, പാപം ചെയ്യരുതിങ്ങനെ കാറ്റേ, പാപം ചെയ്യരുതിങ്ങനെ എന്ന് പിഞ്ചു മനസ്സിൽ പൂവിന്റെ വേദന കണ്ട് ഒരു കുഞ്ഞു പറയുകയാണ്. ഇത്തരത്തിൽ സർവഭൂതങ്ങളോടും ചേർന്നിരിക്കുന്ന ബാല്യകാലം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായി വാൽമീകി മാമുനിയുടെ മനസ്സിൽ നിന്ന് സ്വാഭാവികമായി വന്നു ചേർന്ന ആ ജീവജാലങ്ങളുമായി താതാത്മ്യപ്പെട്ട ഹൃദയം വ്രണിതമായപ്പോൾ, വേദന വന്നപ്പോൾ സ്വാഭാവികമായും മാനിഷാദ പ്രതിഷ്ഠാം എന്നുള്ളത് വന്നു. മാത്രമല്ല, ശ്രീരാമചന്ദ്രന്റെ ജീവചരിതമാണ് ഇതുവരെ കേട്ടത്. ആ രാമന്റെ ജീവിതവുമായി താതാത്മ്യം വന്നതോടുകൂടി സർവജീവജാലങ്ങളെയും രമിപ്പിക്കുന്നവനായ രാമന്റെ ജീവിതം കൂടി കേട്ടപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന കരുണ ഉറപൊട്ടി പുറത്തു വരികയാണ്. കരുണയിലൂടെ ഒരു കാവ്യം രചിക്കാൻ തുടങ്ങുകയാണിവിടെ. അതാണ് ഈ ശ്ലോകം പറഞ്ഞ അതേ സമയം ചുറ്റുപാടും നോക്കിയിട്ട് തന്റെ കൂടെയുള്ള ഭരദ്വാജൻ എന്ന ശിഷ്യനോട് പറയുന്നു, പാദബദ്ധോക്ഷര സമസ്തന്ത്രീലയ സമന്വിത ശോകാർത്തസ്യ പ്രവർത്തോ മേ ശ്ലോകോ ഭവതിനാന്യഥ. ശ്ലോകം കൊണ്ട് എന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട ഇത് ശ്ലോകം തന്നെയല്ലേ, ശ്ലോകം തന്നെയാണ്. ഓരോ വരികളിലും സമാക്ഷരമുണ്ട്, തന്ത്രീലയ സമന്വിതമാണ് എന്നൊക്കെ പറഞ്ഞ് ആ ശ്ലോകത്തെ ഉള്ളിൽ നിന്ന് കരുണ, കാരുണ്യം അതാ പുറത്തേക്ക് പ്രവഹിച്ച് കവിതയായി, ശ്ലോകമായി മാറുന്നു. ജീവജാലങ്ങളുമായ ഈ താതാത്മ്യ ഭാവമാണ് രാമായണ രചനയ്ക്ക് കാരണമായ ഈ ശ്ലോകം ഉണ്ടായത്. ഈ ഒരു ശ്ലോകത്തിന്റെ ഉള്ളിലുള്ള മൂല്യത്തെ, ജീവിത മൂല്യത്തെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ കുറച്ച് സമയം നാം ചിലവഴിച്ചാൽ സർവരോടുമുള്ള അവരുടെ പ്രേമമാണ് കുഞ്ഞുങ്ങളിൽ ശോഭനമായൊരു ഭാവി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രേമവായ്പ കൊണ്ടാണ്. ആ കാരുണ്യവും കരുണയും തുടങ്ങിയ ജീവിത മൂല്യങ്ങൾ, മാനവിക മൂല്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കാൻ ഈ ഒരു ശ്ലോകത്തെ, കഥാഭാഗത്തെ ആ നിലയിൽ പഠിപ്പിക്കാൻ നാം ശ്രമിക്കണം എന്ന ഒരു പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.